ഹായ് ഓൾ അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടുവന്നിരിക്കുകയാണ്. ഗിരീഷ് ഷേഡി, നിവിൻ പോളി, മമിത ബൈജു ഈ കോംബോയിൽ നിന്ന് ഒരു ഓണം വിന്നർ പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയില്ല. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ്. 2005 ഒരു കാസറ്റ് കളക്ഷനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ജസ്റ്റിൻ എന്ന നിവിൻ പോളിയുടെ കഥാപാത്രവും അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയും, ഒരു ഏജ് ഗ്യാപ്പിലുള്ള റിലേഷൻഷിപ്പ്, അതിനുള്ളിലെ കൺഫ്യൂഷൻസ്, കുടുംബ പ്രണയം, ഇതൊക്കെയാണ് പ്രേമല്ലു സ്റ്റൈലിൽ ഗിരീഷ് ഷേഡി ഈ ചിത്രത്തിൽ പറയുന്നത്. ആദ്യം പറയേണ്ടത്, ഇതൊരു ഫുൾ ഫൺ റൈഡ് ആണ്. ഫസ്റ്റ് ഹാഫ് പീക്ക് ആണ്, 1 മിനിറ്റ് പോലും ബോറടിപ്പിക്കില്ല. ഗിരീഷ് ഷേഡിയുടെ കൗണ്ടർ ഡയലോഗുകൾ, ഇന്റർനെറ്റ് കൾച്ചർ റെഫറൻസുകൾ എല്ലാം കിടിലനായി വർക്കായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്ലസ്, നിവിൻ പോളി ഈസ് ബാക്ക്. അപരാധിച്ച ഫീൽ ഗുഡ് സർവമായ പോലെയല്ല ഈ ചിത്രം. ഇത് പക്ക എന്റർടൈനർ ആണ്. എത്ര നാളായി ഇതുപോലെ ചിരിച്ചു കളിച്ച് അഭിനയിക്കുന്ന നിവിനെ കണ്ടിട്ട്. വളരെ നാച്ചുറലാണ്. ആ പഴയ ചാം തിരിച്ചു വന്നിരിക്കുന്നു. മമിത ബൈജു ഒരിക്കൽ കൂടി ഞെട്ടിച്ചു. വളരെ ക്യൂട്ടായിട്ടും പക്വതയോടും അവൾ ചെയ്തിട്ടുണ്ട്. നിവിനും മമിതയും തമ്മിലുള്ള കെമിസ്ട്രി സൂപ്പറാണ്. സംഗീത് പ്രതാപ്, ഈ പയ്യൻ കോമഡിയിൽ വേറെ ലെവലാണ്. നിവിനും സംഗീതും ഒപ്പമുള്ള സീനുകൾ തിയേറ്റർ ഇളക്കി മറിച്ചിട്ടുണ്ട്. പടത്തിലെ താലാജിത്തിന്റെ മങ്കാത്ത, ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകളുടെ മാസ് റെഫറൻസുകളുണ്ട്. ഒരു കിടിലൻ കാന്താര റെഫറൻസും ഉണ്ട്. ഇതൊക്കെ ഫാൻസിന് ആഘോഷമാകും. ടെക്നിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. പാട്ടുകളും BGMകളും മൂഡിന് ചേരുന്നതാണ്. ഇന്റർവൽ ബ്ലോക്ക് എക്സലന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മാത്രം ഒരു BB മെറ്റീരിയൽ ആണ്. ബിഗ് ബോസ് അല്ല, ബ്ലോക്ക് ബസ്റ്റർ മെറ്റീരിയൽ ആണ്. ഒരു പക്ഷെ നിവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എന്റർടൈനർ. ചെറിയ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ്. കഥാപാത്രങ്ങളെ സെറ്റ് ചെയ്യാൻ കുറച്ച് സ്ലോ ആയിട്ട് തോന്നും. സെക്കൻഡ് ഹാഫിൽ ചെറിയടുത്ത് കുറച്ചും കൂടി എൻഗേജിങ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഒരിക്കലും ബോറടിപ്പിക്കില്ല. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു ക്ലീൻ, ഹോൾസം, റിഫ്രഷിംഗ് ഫാമിലി എന്റർടൈനർ ആണ്. കുടുംബവുമായിട്ട് ധൈര്യമായി പോയി കാണാവുന്ന ഒരു ഓണച്ചിത്രം. ഒരു എതിരാളി പോലും ഇല്ലാതെ ഈ ഓണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കുറഞ്ഞത് 200 കോടിയെങ്കിലും ഈ ചിത്രം നേടും. ചിത്രം കണ്ടവർക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്താം.